സന്തോഷിയുടെ ഒരു കാഴ്ചപ്പാടിനകത്ത് ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ദൈവവിശ്വാസം? ദ്രവ്യവിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ പറയാറുള്ളത് ദൈവം നിന്നെ രക്ഷിക്കട്ടെ, ദ്രവ്യം നമ്മളെ രക്ഷിക്കട്ടെ. ദൈവം രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് ദ്രവ്യം രക്ഷിക്കട്ടെ എന്നുള്ളതായിരുന്നു. അതെ, അത് പിന്നീട് യഥാർത്ഥത്തിൽ ദ്രവ്യത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന, പരിപാവനമായിരിക്കുന്ന, ശുദ്ധമായിരിക്കുന്ന അവസ്ഥയാണ് ദൈവിക അവസ്ഥ, ദിവത്തിന് കാരണമായിരിക്കുന്ന അവസ്ഥ. ദിവസത്തിലെ ഈ ഷഡ്ഭാവങ്ങൾ മിന്നിമറഞ്ഞു പോകുന്നുണ്ട് വളരെ വേഗത്തിൽ. 6 ഋതുശക്തികളെ സമ്മാനിക്കുന്ന, നമുക്ക് ഋതുഭാവങ്ങളെ സമ്മാനിക്കുന്ന 6 പ്രപഞ്ച ദ്രവ്യ വിശേഷങ്ങൾ, ജൈവവിശേഷങ്ങൾ മിന്നിമറയുന്നുണ്ട്. ആ ദ്രവങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? മണ്ണ്, ജലം, അഗ്നി, ആകാശം. ഇവ ദ്രവ്യശക്തികളാണെങ്കിൽ വായുമണ്ഡലം, ജൈവമണ്ഡലമായിരിക്കുന്ന വായുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജൈവശക്തികളാണ്, ജീവനുള്ള ശക്തികളാണ് പ്ലാന്റും അനിമൽസും. അപ്പോൾ 4 ദ്രവ്യശക്തികളും അതിൽ നിന്നും ജനിക്കുന്ന ജീവാത്മാവ്, പരമാത്മാവ് എന്ന് പറയുന്ന 2 ദ്രവ്യ ജൈവ ശക്തികളും. ഇതാണ് 6 ദിവശക്തികൾ. അതാണ് ഷഡ്ഭാവങ്ങൾ കാരണം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ മിന്നിമറയുന്ന 4 മണിക്കൂർ വീതം മിന്നിമറയുന്ന ഭാവങ്ങളാണ് ഈ ദ്രവ്യശക്തികൾ. അതാണ് ഈ ദ്രവ്യശക്തികൾക്ക് മാത്രമല്ലേ മായുന്നത്? ദ്രവ്യശക്തികൾ മാത്രമല്ലേ ഉള്ളൂ? അതെ, മായയെ സൃഷ്ടിക്കുന്നത് ദ്രവ്യശക്തികളാണ്. ജൈവം മായുന്നതാണ്, ദ്രവ്യം അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ജലമാണ് ജീവൻ്റെ മായ എന്ന് പറയുന്നത്. നമ്മൾ സമുദ്രജലമാണ് ശരിക്കും. ആ സമുദ്രജലമാണ് പരിശുദ്ധമായി പാർവതിയായിട്ട് മണ്ണിലേക്ക് എത്തുന്നത്. മണ്ണും ജലവും ചേരുമ്പോഴാണ് പ്രോട്ടോൺ, അഗ്നിയും ആകാശവും ചേരുമ്പോഴാണ് ഇലക്ട്രോൺ. ആ അഗ്നിയുടെയും ആകാശത്തിൻ്റെയും 2 സ്വഭാവത്താൽ വ്യത്യസ്ത ധ്രുവശക്തികളാണ്. സഞ്ചാര നിശ്ചല ഗുണങ്ങൾ, താപ ശൈത്യ ഗുണങ്ങൾ, വർണ്ണത്തിലും അതുപോലെ തന്നെ നേരെ വ്യത്യസ്ത വിരുദ്ധ വർണ്ണങ്ങളും ചേർന്നിട്ടുള്ള വൈഭവമാണ് ദൈവഗണം എന്ന് പറഞ്ഞ ഇലക്ട്രോൺ. അപ്പോൾ നിശ്ചല ഗുണവും സഞ്ചാര ഗുണവും കൂടുന്ന ആ തികച്ചും രാത്രിയും പകലും പോലെ തന്നെ 2 വ്യത്യസ്ത ധ്രുവശക്തികളുടെ രഞ്ജിത രജോ ഗുണത്താലാണ് ദൈവഗണം ഇലക്ട്രോൺ. നെഗറ്റീവും പോസിറ്റീവും ചേർന്നിട്ടുള്ള ഒരു കണം, നെഗറ്റീവ് ഗണമാണ്. മണ്ണും ജലവും പ്രോട്ടോണാണ്, സ്ഥൂലഗണമാണ്. അഗ്നിയും ആകാശവും കാരണഗണമാണെങ്കിൽ, ദൈവഗണമാണെങ്കിൽ, മണ്ണും ജലവും സ്ഥൂലഗണമാണ്, പ്രത്യക്ഷ ഗണമാണ്, കാരണഗണമാണ്, അടയാളപ്പെടുത്തുവാൻ കഴിയുന്ന ഗണമാണ്. അത് ശിവനും പാർവതിയും ചേർന്നാണ്, മണ്ണും ജലവും ചേർന്നാണ്, ഹിമയും മഹിയും ചേർന്നിട്ടാണ്. അപ്പോൾ പുരുഷമായിരിക്കുന്ന ഭൂതമാണ് മണ്ണ്. അതിൽ മൃദുലമായിരിക്കുന്ന ശ്രീഭാവത്തോടു കൂടിയിരിക്കുന്ന ആ പതിയിലേക്ക് പതിക്കുന്ന പത്നിഭാവത്തിലുള്ളതാണ് ജലം. താമസം എന്ന് പറയുന്ന ഗുണം മണ്ണിൻ്റെതാണ്, അതിൽ താമസിയായിരിക്കുന്നത് ജലമാണ്. അത് 2ഉം ചേരുമ്പോഴാണ് തമോ ഗുണം, ഡാർക്ക് എനർജിയെ സൃഷ്ടിക്കുന്ന ഗുണം, ഇരുളിനെ സൃഷ്ടിക്കുന്ന ഗുണം, പ്രകാശത്തെ മറച്ച് ഇരുളിനെയും ഇരുളിനെ മറച്ച് പ്രകാശത്തെയും സൃഷ്ടിക്കുന്ന ആ ഗുണം, ഭൂമിക്ക് ഗോളാകൃതിയെ നൽകുന്ന ഭ്രമണത്തിനും പരിക്രമണത്തിനും പാത്രമാക്കുന്ന ഗുണം, ഗർഭപാത്രത്തെ തീർക്കുന്ന ഗുണം. ഇത് ഈ മണ്ണും ജലവും ചേർന്ന വൈഭവമാണ്, പ്രോട്ടോണിൻ്റെ വൈഭവമാണ്. അപ്പോൾ ആ പ്രോട്ടോണാണ് പോസിറ്റീവ് കണം. മണ്ണിൻ്റെ ഭാരക്കൂടുതൽ കൊണ്ട് ഏറ്റവും ചെറുതായിരിക്കുന്ന ഭൂതമായിരിക്കുന്ന മണ്ണാണ് പോസിറ്റീവ് കണം. എന്നാൽ ആദ്യ കണമായിരിക്കുന്ന കാരണഗണം എന്ന് പറയുന്ന ദൈവഗണം ഇലക്ട്രോൺ നെഗറ്റീവാണ്. ഇത് 2നും ഇടയിൽ ജൈവപ്രപഞ്ചം സാധ്യമാകുന്നത് ന്യൂട്രോൺ ആയിരിക്കുന്ന ചാർജ് ഇല്ലാത്ത കണമായിരിക്കുന്ന വായുവിലാണ്. ആ ചാർജ് ഇല്ലാത്ത കണത്തിൽ, ആ ജൈവ കണമായിരിക്കുന്ന വായുവിൽ ഈ ആകാശത്തിൻ്റെയും അഗ്നിയുടെയും ദിഭാവത്താലും മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ദിവ് രൂപത്താലും 2 ജീവപ്രപഞ്ചം സാധ്യമാകും. അതാണ് ഒന്ന് ജീവനാംശ കാരണനായിരിക്കുന്ന ജീവാത്മാവ് എന്ന് പറയുന്ന ജീവനാത്മാവേക്കുന്ന ഈ പ്ലാന്റ്, സസ്യപ്രകൃതി. അതിൽ നിൻ്റെ ആ സസ്യപ്രകൃതിയുടെ അസ്തിത്വത്തിൽ ജനിക്കുന്ന പരമാത്മ ചൈതന്യമായിരിക്കുന്ന പഞ്ചഭൂതാത്മകമായിരിക്കുന്ന തലകളുള്ള ലോകം, ചിന്തിക്കുന്ന, ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, ചരിക്കുന്ന ലോകം, അചരമായി നിൽക്കുന്ന സസ്യലോകത്തിൻ്റെ ജീവാത്മ ശക്തിയായിരിക്കുന്ന സസ്യലോകത്തിൻ്റെ വൈഭവത്തിൽ നിന്നും ജനിക്കുന്നതാണ് ഈ താഴെ ജന്തുലോകം, ചരിക്കുന്ന ജന്തുലോകം. അതാണ് പരമാത്മ ചൈതന്യം. മറ്റത് ശക്തിയാണ്, ഇത് ചൈതന്യമാണ്. അപ്പോൾ ഇത് 2 ശക്തികളാണ് വായു പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, ജൈവ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്.
അത് അഗ്നിയുടെയും ആകാശത്തിൻ്റെയും ദ്വിഭാവത്താലും മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ദ്വിരൂപത്താലും ബ്രഹ്മാവിന് 4 തലകൾ. കാരണം വിഷ്ണുവിൻ്റെ 4 കൈകൾ. അതെ. അതിൽ കാരണം ശിവൻ്റെ പഞ്ചമുഖങ്ങൾ. ആ പഞ്ചമുഖങ്ങളിൽ നിന്നിട്ടാണ് ഹരൻ്റെ മുകളിലുള്ള ഹരൻ, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഭൂമി രൂപങ്ങളായിരിക്കുന്ന ഹരനെ, അതായത് മൗണ്ടുകൾക്ക് ഷൺമുഖഭാവങ്ങൾ ഉണ്ടാകുന്നത്. ആ ഷൺമുഖഭാവങ്ങളാണ് വേലായുധമായി നിൽക്കുന്ന മുരുകനാണ്. മൗണ്ടുകൾ നിൽക്കുകയാണ്, മുരുക വിഗ്രഹങ്ങളെല്ലാം മൗണ്ട് ഉയർന്നു നിൽക്കുകയാണ് മഹാവർഷപ്രകൃതിയെ പോലെ. അതിൽ ഉയർന്നു നിൽക്കുന്ന കാവടി രൂപ പ്രതീകമായിരിക്കുന്ന ആ മൗണ്ടുകളിൽ ഉയർന്നു നിൽക്കുന്ന വേലെന്ന് പറയുന്നത് ഈ വൃക്ഷലോകമാണ്. വേലാണ് കുന്നിൻ്റെ ആയുധമായിരിക്കുന്നത്. ആ വേലായുധത്താലാണ് ഈ ജീവപ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ സ്ഥിതികാരണനായിരിക്കും നമുക്ക് സർവ്വജീവനാംശവും നൽകുന്ന ഈ സസ്യപ്രകൃതിയുടെ അസ്തിത്വത്തിൽ ആ പിതൃവായിട്ട്, നമ്മുടെ മൂലപിതൃവായിട്ട് ആ സസ്യലോകത്തെ ഈ പ്ലാന്റിനെ കണ്ടുകൊണ്ടാണ്, ആ പ്ലാന്റിൻ്റെ പ്ലാനാണ് സർവ്വതും. അപ്പം നമ്മളുടെ വിധി എന്ന് പറയുന്നത് ദൈവവിധിയാണ്. ഇത് നിൻ്റെ വിധിയാണെന്ന് പറയുന്നത്, ഈ വിധിയെ വിധിക്കുന്ന വിധുവൻ എന്ന് പറയുന്നത് വിഷ്ണു ആകുന്നു. ഈ വിഷ്ണുവിനെ നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ, ഈ പ്ലാനിലല്ല നമ്മളുടെ ഫുഡും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പോകുന്നതെങ്കിൽ, നമുക്ക് അമൃതവായുക്കളെ മര്യാദയ്ക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഈ വൃക്ഷലോകത്തിൻ്റെ നായകത്വം നമ്മൾ നടിക്കാനായിട്ട് ഈ നാരീലോകത്തിന് ജന്തുലോകത്തിന് ഇല്ല എങ്കിൽ, നായികയാകാനായിട്ട് ജന്തുലോകം ഉണ്ടാവില്ല, മാതൃലോകം ഉണ്ടാവില്ല, നമ്മളുണ്ടാവില്ല, നമ്മൾ വിധവയാകും. അപ്പം നമുക്ക് വിധിയാണ് എന്നെല്ലാവരും പഴിക്കുന്നതിന് കാരണം ഈ വിധുവാണ്. വധു ആകുന്നതിന് കാരണം വിധുവാണ്. വിധു വൃക്ഷമാണ്. അപ്പോൾ ഇത് എല്ലാം ഈ പ്രകൃതിയുടെ സയൻസാണ്. ഇതൊരു മതത്തിൻ്റെ കാഴ്ചപ്പാടല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ കാഴ്ചപ്പാട് അല്ലാതെ അതിനും അപ്പുറത്ത് സനാതനമായി നിലനിൽക്കുന്ന, നാശമില്ലാതെ നിലനിൽക്കുന്ന ജ്ഞാനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തലമാണ് അത്. ആ തലത്തെ അറിയുമ്പോഴാണ് ശ്രീധർമ്മശാസ്ത്രത്തെ നമുക്ക് മനസ്സിലാകുന്നത്. അത് എല്ലാവരെയും ചേർത്ത് വെക്കുന്നതാണ്. അറിവ് വിഭജിക്കില്ല, അറിവ് ചേർത്ത് വെക്കുക എല്ലാത്തിനും. ആ അറിവാണ് ദൈവം. ദിവത്തിന് കാരണമായിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ശുദ്ധി, ആ വിശുദ്ധിയാണ് പരമസത്യത്തെ ജനിപ്പിക്കുന്നത്. പരമസത്യം ജലമാണ്, ജലത്തിൻ്റെ മായയാണ് നമ്മൾ. അതെ, അത് പരമശിവനാലാകുന്നു. പരമസത്യത്തെ അറിയുന്നവർ പരിശുദ്ധമായിരിക്കുന്ന ജലത്തിൻ്റെ മായയാണ് നമ്മളെന്ന് തിരിച്ചറിയണം. അത് പരമശിവൻ്റെ വൈഭവമാണെന്നും തിരിച്ചറിയണം. അതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് പരമാണു എന്നും തിരിച്ചറിയണം. അതിൻ്റെ പരമാണുവിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് പരമശിവനെന്നും തിരിച്ചറിയണം. അപ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടെസ്റ്റുകളിലേക്ക് കടന്നു ചെല്ലണം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് അത് വായിക്കുമ്പോൾ വളരെ സ്പഷ്ടമായിട്ട് സംശയരഹിതമായിട്ട് നമുക്ക് വേദം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള പ്രപഞ്ചത്തിൻ്റെ ദൈവരഹസ്യം. അതെ, അപ്പോഴാണ് നിന്നെ ദൈവം രക്ഷിക്കട്ടെ എന്ന് വെച്ചാൽ നിന്നെ ദ്രവ്യം രക്ഷിക്കട്ടെ. എങ്ങനെയുള്ള ദ്രവ്യമാണ് നിന്നെ ശിക്ഷിക്കുന്നത്? മലീമസപ്പെട്ട ദ്രവ്യമാണ് ശിക്ഷിക്കുന്നത്. പരിശുദ്ധമായിരിക്കുന്ന ദ്രവ്യമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതെ, പരിശുദ്ധമായിരിക്കുന്ന ദ്രവ്യവിശേഷങ്ങളാണ് സ്പർശം, രസം, ഗന്ധം, രൂപം, ശ്രവണം എന്നൊക്കെ പറയുന്നത്. ദൃശ്യം, ശ്രവണം എന്നൊക്കെ പറയുന്നത് പരിശുദ്ധമായിരിക്കുന്ന ദ്രവ്യവിശേഷങ്ങളാണ്. അതെ, ഈ മണ്ണാണ് ഗന്ധഗുണത്തെ ഏകുന്നത്, രസഗുണത്തെ ഏകുന്നത് ജലമാണ്. നമ്മളുടെ ശ്രവണത്തിന് കാരണമായിരിക്കുന്നത് ആകാശമാണ്, ദൃശ്യത്തിന് കാരണം അഗ്നിയാണ്, നമ്മൾ ഇതെല്ലാം സ്പർശിച്ചറിയുന്നതിന് കാരണം വായുവാണ്. ഈ സ്പർശ, രസ, ഗന്ധ, രൂപ, ശ്രവണ ഗുണങ്ങളെ നമ്മൾ വേദ്യമാക്കി നമ്മൾ ആസ്വദിക്കുക. ഈ പ്രപഞ്ചത്തെ ചിരിക്കാൻ കഴിയുക, ചിന്തിക്കാൻ കഴിയുക, ചിന്തയിലൂടെ പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയുക. അതെ, മത, ജാതി, വർണ്ണ, വർഗ വിവേചനങ്ങളൊന്നുമില്ലാതെ അറിവിനെ ചേർത്ത് വെച്ച് ഒന്നായി മാറുക. അതായത് ശരിക്കും ഒരു ശാസ്താവായി ജനിക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യനായി ജനിക്കുന്നത് ഈ മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ പഞ്ചഭൂതങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മുടെ ഈ പ്രപഞ്ചത്തെ വിട്ടിട്ട് മറ്റൊരു ജീവിത സാഹചര്യം നമുക്കില്ല. അപ്പോൾ ഇവിടെ ആസ്വദിക്കാതെ, ഇവിടെ സന്തോഷിക്കാതെ, ഇവിടെ ചിരിക്കാതെ, ഇവിടെ ആനന്ദിക്കാതെ മറ്റേതോ ഒരു ലോകത്തെ കാത്തിരിക്കുന്നത് അല്ലേ? അതെ,
4 ഭൂതങ്ങളേ ഉള്ളൂ, 5 ഇല്ല എന്ന് പറയുന്നവൻ്റെ കയ്യിലും തള്ളവിരലുണ്ട്. അവൻ ചോദിക്കുമ്പോഴും പറയുന്നു തള്ളവിരലാണ് ഇതെന്ന് പറഞ്ഞു. ഈ മാതൃലോകത്തെ പ്രതികരിക്കുന്ന, ആകാശത്തെ പ്രതികരിക്കുന്ന വിരലാണ് ഇത്. അതിൻ്റെ അണ്ടറിലാണ് ബാക്കി 4 വിരലും ഉള്ളത്. അതുകൊണ്ട് ഷെയ്ക്കാൻഡ് കൊടുത്തുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് നമസ്തേ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞാൻ കേൾക്കുന്നതിന് വിശ്വസിക്കില്ല. ദ്രവ്യവിശേഷങ്ങളെ എല്ലാം വിശ്വസിക്കാൻ കഴിയണം. നമ്മൾ കാണുന്നതിനെ, കേൾക്കുന്നത്, സ്പർശിക്കുന്നത്, രുചിക്കുന്നത്, മണക്കുന്നതിനെ എല്ലാത്തിനെയും നമുക്ക് ആസ്വദിക്കാനും അതിലൂടെ നമുക്ക് അറിവിനെ സമാഹരിച്ചുകൊണ്ട് ആ അറിവിനെ, പരിശുദ്ധമായിരിക്കുന്ന ആ അറിവിനെ, പരമസത്യമായിരിക്കുന്ന ആ അറിവിനെ മറ്റുള്ളവരിലേക്ക്, തലമുറകളിലേക്ക് പകരുവാനും നമുക്ക് കഴിയണം. അങ്ങനെ പകർന്നിരുന്ന, അങ്ങനെ പറഞ്ഞിരുന്ന, അങ്ങനെ ദ്രവ്യത്തിൻ്റെ വൈഭവത്തെ ആസ്വദിച്ചിരുന്ന, ആ ദ്രവ്യം ജനിച്ച, ആ ദ്രവ്യത്താൽ, പരിശുദ്ധമായിരിക്കുന്ന ദ്രവ്യത്താൽ ജൈവം ജനിച്ച ജീവൻ്റെ സ്വന്തം നാടാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി. ദ്രവ്യത്തിൻ്റെ സ്വന്തം നാട്, ജൈവത്തിൻ്റെ സ്വന്തം നാട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ജൈവ വൈവിധ്യങ്ങളുടെ ലോകം. എത്രമാത്രം വൈവിധ്യങ്ങൾ! ബഹുസ്വരമാണ് പ്രപഞ്ചം. ബഹുദൈവികതയിലാണ് നമ്മൾ അത് ആസ്വദിക്കേണ്ടത്. ഇപ്പോൾ ബഹുദൈവികത എന്ന് പറയുന്നത് വല്ല അലങ്കാരമാണ് ഭാരതീയർക്ക്. അത് ബഹുജൈവികതയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ മാത്രമുള്ള ഒരു ലോകത്തെക്കുറിച്ചല്ല ഭാരതീയർ സ്വപ്നം കാണുന്നത്. സപ്തഭൂഖണ്ഡങ്ങളിലും ജീവൻ നിറയുന്ന 30 കോടി ചരാചരങ്ങളെയും പുനർസൃഷ്ടിക്കുവാൻ കഴിയുന്ന ശാസ്ത്രചിന്തയുടെ നിലയങ്ങളായിട്ട് ഓരോ ദേശവും മാറാൻ വേണ്ടിയിട്ടാണ് ഭാരതീയർ ശ്രദ്ധിക്കേണ്ടത്. അതാണ് വൃത്തം. നമ്മൾ വീടിന് ഗ്രഹം എന്ന് പറയുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ആ ഗ്രഹശുദ്ധി ഓരോ വീടിനും ഉണ്ടാവണമല്ലോ. അതെ, ഉണ്ടാകണം. അതെ. അനേകായിരം നക്ഷത്രങ്ങളെ നമ്മൾ ഗ്രഹങ്ങളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിലൊരു ഗ്രഹമായിട്ട് നമ്മളെ വീട്ടിനെ ഒരുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിലാണ് അവിടെ സ്വർഗവും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അതെ, ആ ഗ്രഹങ്ങളുടെ മുഴുവൻ ആനുകൂല്യങ്ങളെയും സ്വീകരിക്കുവാൻ കഴിയുന്ന, നമ്മളെ പേറുന്ന ഗ്രഹങ്ങളായിട്ട് നമ്മുടെ ഓരോ ഗ്രഹങ്ങളും മാറുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം നടക്കുകയുള്ളൂ. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾക്ക് ഇപ്പോൾ പ്രകാശം സൂര്യനിൽ നിന്ന് കിട്ടുന്നു, അത് ദൃശ്യകാരണ ശക്തി ആയതുകൊണ്ട് നമുക്കറിയാം സൂര്യനിൽ നിന്ന് ആ പ്രകാശം കിട്ടുന്നു. ഗുരുത്വാകർഷണ ബലത്താൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നു. ഇവിടുത്തെ ചന്തത്തിന് കാരണം ചന്ദ്രനാണ്, അതും നമുക്കറിയാം. മറ്റ് ഗ്രഹങ്ങളെ നമ്മൾ കാണുന്നില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാം ഓരോ ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ല എന്ന് അർത്ഥമാക്കരുത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ബുദ്ധിക്ക് കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം. അപ്പോൾ ഓരോ ഗ്രഹത്തിനും നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് പാകത്തിനുള്ള ഗുണവും ദോഷവുമെല്ലാം ഉണ്ട്. രാഹു ഒരു കൺട്രോളറാണ്. അപ്പോൾ ഇതുപോലെ രാഹുവും കേതുവും എന്നൊക്കെ പറഞ്ഞാൽ കൺട്രോളറാണ്. ഒരേ സമയത്ത് 4 പേര് സപ്പോർട്ട് ചെയ്യും, 4 പേര് 5 പേര് സപ്പോർട്ട് ചെയ്യും, 4 പേര് അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം, നവഗ്രഹ സിദ്ധാന്തത്തിൽ ഒരു ഗ്രഹം ഭൂമിയുടെ ഉപഗ്രഹമായിരിക്കുന്ന ചന്ദ്രനാണ്. ജീവനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണിത്. ഇതും 27 നക്ഷത്രങ്ങൾ ആ ചന്ദ്രൻ്റെ പത്നീഭാവത്തിലാണ് ജീവന് കാരുണ്യമേക്കുന്ന ആ കൂറ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ഇപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. എങ്ങനെയാണ് ഭൂമിയിൽ ഈ സൗരവ്യൂഹത്താൽ, ഈ സഖ്യത്താൽ എങ്ങനെ ജീവൻ സാധ്യമായി, എങ്ങനെ ഭൂമി നീലഗോളമായി എന്നുള്ള ശാസ്ത്രചിന്തയിലേക്ക് നമ്മുടെ വരും തലമുറ പഠനത്തിലൂടെ കണ്ടെത്തി അതിനെ വേദവുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ദൈവം എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ മിത്താണോ സ്വത്താണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവസങ്കല്പങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഈ ദ്രവ്യാവസ്ഥയ്ക്ക്, പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ദ്രവ്യാവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്ന ത്രിഗുണം ജനിക്കുന്നതിന് മുമ്പുള്ള ഏക ദ്രവ്യാവസ്ഥയുണ്ട്. ആ ദ്രവ്യാവസ്ഥയും നമുക്ക് ആരാധിക്കാൻ കഴിയണം. അതിൻ്റെയും പരിശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട്. അതിൽ നിന്നിട്ടാണ് അതിപരാശക്തിയായിരിക്കുന്ന ആ ദ്രവ്യത്തിൻ്റെ ആദ്യത്തെ അവസ്ഥയാണ് ത്രിഗുണത്തെ സ്വീകരിക്കാൻ വേണ്ടി നിർഗുണമായിരിക്കുന്ന ഏകദ്രവ്യാവസ്ഥയാണ് ഏകദൈവാവസ്ഥ. അതിൽ നിന്നിട്ടാണ് ആദിപരാശക്തിയായിരിക്കുന്ന ദേവിയായിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ഏറ്റവും ദൈവീഭാവമായിരിക്കുന്ന ദിവ്യഭാവമായിരിക്കുന്ന സ്പേസ്. ആ സ്പേസിൽ നിന്നിട്ടാണ് വായുവിൽ നിന്നിട്ടാണ് അഗ്നി, അഗ്നിയിൽ നിന്നിട്ടാണ് ജലം, ജലത്തിൽ നിന്നിട്ടാണ് മണ്ണ്. ആ മണ്ണിലാണ് പാർവതി കൂടുകൂട്ടുന്നത്. ആ ജലത്തിൻ്റെ മണ്ണും ചേർന്നിട്ടുള്ള മായയാണ് സർവ്വജീവൻ. അത് അഗ്നിയുടെയും ആകാശത്തിൻ്റെയും ഗുണത്താലാകുന്നു, സ്വഭാവത്താലാകുന്നു. അതിന് കാരണനായിരിക്കുന്ന നിഷ്പക്ഷവാദി വായുവാകുന്നു.